പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ മാസം നമ്മൾക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്കും പേഴ്സണൽ ക്രെഡിറ്റ് ചെയ്യേണ്ടി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. എല്ലാവരും 3-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ 3-ാം മാസത്തിൽ കടക്കുന്ന ആളുകൾ നമ്മളുടെ ഫസ്റ്റ് ക്യൂ ടീം, അത് കഴിഞ്ഞ 3-ാം മാസം എക്സ് ടീം, അതായത് 6 എൻറോൾമെൻറ്റ് പോയിൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള 6 എൻറോൾമെൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളും ഈ മാസം നമുക്കത് 20 ക്രെഡിറ്റ്സ് ചെയ്ത് നമുക്ക് അടുത്ത മാസം അത് ചെയ്യാവുന്നതാണ്. ഈ മാസം 20 ക്രെഡിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആകില്ല, നമ്മളുടെ ID ഇനാക്റ്റീവ് ആകത്തില്ല. കാരണം നമുക്ക് അത് അടുത്ത മാസം നമുക്ക് ഫുൾഫിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ പേഴ്സണൽ ക്രെഡിറ്റ് നമ്മളുടെ 18,000 രൂപയാണ് വരിക. എക്സിക്യൂട്ടീവ് താഴെയുള്ള ആൾക്കാർക്ക് 2,800 + 400. അതേസമയം 6 എണ്ണം ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം, അത് അവർക്ക് 53,200 വരിക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ പവർ സൈഡ് ക്യാരി ഫോർവേഡ് ഉള്ള കുറേ ലീഡേഴ്സ് കൂടി ഉണ്ട്. അവരിപ്പോൾ ആക്റ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഇനാക്റ്റീവായ ആൾക്കാരുണ്ട്. അപ്പോൾ ആക്റ്റീവായ ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാസം 20 ക്രെഡിറ്റെങ്കിലും ചെയ്ത് നമ്മളുടെ പവർ സൈഡ് കളയാതെ സൂക്ഷിക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് അടുത്ത മാസം ECBX ഉണ്ട്. അപ്പോൾ എല്ലാവരും ECBXന് വേണ്ടിയിട്ട് 1.12 എടുക്കാൻ സാധിക്കുന്നവർ 1.12,600 എടുക്കുക. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ ECBX കിറ്റ് ഉണ്ട്, അത് 37,200 എടുക്കുന്ന ആൾക്കാർക്കും അടുത്ത മാസം 450 ക്രെഡിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമൽ ക്രെഡിറ്റ് 150 ആണ്. നമ്മൾ ECB എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ടിൽ നമുക്കത് 300 ആകും. അത് ECBX എന്ന് പറയുന്ന, നമ്മൾ ഈ മാസം എടുത്താൽ അടുത്ത മാസം ചെയ്യുന്ന എല്ലാ വർക്കിനും ECBX കിട്ടും. അതിന് 450 പോയിന്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പവർ സൈഡിലുള്ള ആൾക്കാരായാലും നമുക്ക്, അല്ലെങ്കിൽ 10 UPK വേണ്ടടുത്ത് നമുക്ക് 6 UPK നമുക്ക് എക്സിക്യൂട്ടീവ് റാങ്ക് അടിക്കാൻ പറ്റും. എക്സിക്യൂട്ടീവ് റാങ്ക് കമ്പനിയുടെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എക്സിക്യൂട്ടീവ് ആണ് മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് അതിൻ്റെ അബോവ് ആൾക്കാർക്ക് നമുക്ക് ഈ ഫാസ്റ്റ് സ്റ്റാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 15% കമ്മീഷൻ കിട്ടും. ടോട്ടൽ ടേൺ ഓവറിൻ്റെ 15% അവർക്ക് പേ പോയിന്റ് ആയിട്ട് കിട്ടുക. അതേസമയം എക്സിക്യൂട്ടീവ് റാങ്ക് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് 10% കിട്ടുക. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് റാങ്ക് വരയ്ക്കും നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് നമുക്ക് ഇത് ചെയ്യുന്ന ഫാസ്റ്റ് സ്റ്റാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫാസ്റ്റ് സ്റ്റാർട്ടിൽ ആദ്യത്തെ മാസത്തിൻ്റെ എക്സിക്യൂട്ടീവ് റാങ്ക് നമുക്ക് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 6 എൻറോൾമെൻറ്റ് 50 ക്രെഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമുക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. നമ്മൾ 50 ക്രെഡിറ്റ് എക്സിക്യൂട്ടീവ് ചെയ്താലേ നമുക്ക് അത് കിട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ടീമിൽ 100ഓളം എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് വിചാരിക്കുക, ലെഫ്റ്റിലും റൈറ്റിലായിട്ട്. അവർ പേഴ്സണൽ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത്, അത് 50 ക്രെഡിറ്റ് ചെയ്താലേ അവർക്ക് അതിൻ്റെ ഈ എക്സിക്യൂട്ടീവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 50 ചെയ്യുന്ന സമയത്ത് നമുക്ക് 5,000 പോയിന്റ് ലെഫ്റ്റിലും റൈറ്റിലും കിട്ടും. നമുക്ക് വലിയൊരു എമൗണ്ട് ക്യാബ് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വലിയൊരു അൺലിമിറ്റഡ് ഡെപ്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമർ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കണം. ഓരോ കസ്റ്റമർ കിട്ടുമ്പോഴും നമ്മൾ 9,200 കിട്ടുമ്പോഴും അടിച്ച് അവരുടെ പേരിൽ തന്നെ അടിക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ഷിപ്പിംഗ് അഡ്രസ്സ് നമ്മുടെ കൊടുക്കുക, മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പേരിൽ അടിച്ചിട്ട് സാധനം നമ്മൾ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് അവർക്ക് നേരിട്ട് എത്തിക്കൊള്ളും. അപ്പോൾ കസ്റ്റമർ ക്രിയേഷൻ എന്ന് പറയുന്ന വലിയ ഇമ്പോർട്ടൻ്റ് നമ്മുടെ കമ്പനിയുടെ വലിയൊരു തുരുപ്പിച്ചിട്ടാണ്. അതിലൂടെ മാക്സിമം ക്ലയൻറ്റ് 100 ക്ലയൻറ്റ് കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് 30%, 9 ലക്ഷം 100 ചെയ്യുന്ന ആൾക്കാർക്ക് 9 ലക്ഷം കിട്ടാനുള്ള 36,000 രൂപ വെച്ച് 25 മാസവും 200 ചെയ്യുന്ന ആൾക്കാർക്ക് 90,000 വെച്ച് കിട്ടുന്ന ലെവലിലും ടൂർ പ്രോഗ്രാമൊക്കെ കിട്ടാനുള്ള വലിയൊരു സാധ്യത അവിടെയുണ്ട്. ഡോക്ടേഴ്സും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ പേഴ്സണൽ ക്രെഡിറ്റ് നമുക്ക് പേഴ്സണൽ ക്രെഡിറ്റ് ആയിട്ടല്ല, നമുക്ക് കസ്റ്റമർ ക്രിയേഷനിലൂടെ നമുക്ക് വലിയൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഈ 2 കാര്യങ്ങൾക്കും നമുക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് ഇൻകം ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻകം.
അത് 4 മാസത്തെ ഒരു ഇൻകം മാത്രമാണ്. അത് കഴിഞ്ഞ 4 മാസം കഴിഞ്ഞാൽ അത് ആ ഫാസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫാസ്റ്റ് സ്റ്റാർട്ടിലാണ് നമ്മൾ ബിഗിനേഴ്സിന് കൂടുതൽ ഇൻകം കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സ് ടീം, നമ്മളുടെ ഒരു എക്സ് ടീം, ഒരു ക്യൂ ടീമും, 2 അതായത് ആദ്യം ഒരു ക്യൂ ടീം, അതായത് 4 കസ്റ്റമർ ക്രിയേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ 2 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത് വന്ന് അപ്പം നമുക്ക് അവിടെ 100 പേ പോയിന്റ് കിട്ടുന്നു. അവരുടെ താഴത്ത് നമുക്ക് 12 എൻറോൾമെന്റ് പോയിന്റ്സിലൂടെ താഴത്ത് അവർക്ക് 2 പേരെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് 1200 പേ പോയിന്റ്സ് ലഭിക്കുന്നു. എക്സ് ടീമിൽ 150 പേ പോയിന്റ് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് ഇൻകം. എല്ലാവർക്കും ഫാസ്റ്റ് സ്റ്റാർട്ടിൽ 2 ലക്ഷം രൂപ വരെ ഇൻകം കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ടീവ് വരെയുള്ളവർക്ക് 10%, എക്സിക്യൂട്ടീവിന് മുകളിലുള്ളവർക്ക് 15% നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡയമണ്ട് ആകുമ്പോൾ എക്സിക്യൂട്ടീവ് റാങ്കിൽ നമുക്ക് 36,000 രൂപ കിട്ടുന്നുണ്ട് ഫൗൺ ബോണസായിട്ട്. ടൈറ്റിൽ ബോണസും ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ. അത് 4 മാസത്തേക്ക് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുക. ഡയമണ്ട് റാങ്കിലും വരുന്ന സമയത്ത് നമുക്ക് കാർ ബോണസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ടേൺ ഓവർ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൂടാണ്ട് നമുക്ക് ഡയറക്ടർ ട്രിപ്പ് 7 ദിവസത്തെ ട്രിപ്പിൽ 3 ലക്ഷം രൂപ ട്രിപ്പും 2,70,000 രൂപ ക്യാഷും ട്രിപ്പ് അടിച്ചു പിടിക്കാനുള്ള ട്രിപ്പും നമുക്ക് കിട്ടും. ക്യാഷും നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അംബാസഡറിലാണ് ട്രിപ്പ്, 2 ട്രിപ്പ് കമ്പനി തരുന്നുണ്ട്. ഒരു കൊല്ലം കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 900 പേരാണ് നമുക്ക് ഈ ട്രിപ്പ് ഡയറക്ട് ട്രിപ്പ് എലിജിബിൾ ആയത്. ഇന്ത്യയിൽ നിന്ന് ആകെ 11 പേരുണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത കൊല്ലം നമുക്ക് ഈ ട്രിപ്പ് വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ലീഡേഴ്സിനും അച്ചീവ് ആവാനുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ടെലിനസ് ക്ലബ്ബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മിഷൻ 120 ഡേയ്സ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ നമ്മുടെ സിസ്റ്റം നമ്മൾ പറഞ്ഞ പ്രകാരം ഈ മാസം ECBX എടുത്തുകൊണ്ട് അടുത്ത മാസം എക്സിക്യൂട്ടീവ് റാങ്ക് അടിക്കാനായിട്ട് മാക്സിമം പരിശ്രമം എല്ലാവരും നോക്കണം. അതിനുവേണ്ടിയുള്ള വർക്ക് നന്നായി കോർഡിനേറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ജൂലൈ 31-ാം തീയതി നമുക്ക് ഡയമണ്ട് അച്ചീവ്മെൻറ്റ് നമ്മൾ 4 months ഡയമണ്ട് ക്രിയേഷനാണ്. 4 monthsൽ ഡയമണ്ട് ക്രിയേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഡയമണ്ട് ക്രിയേഷനിൽ നമുക്ക് ഇവിടുന്ന് ഒരു 50 പേരെങ്കിലും ഡയമണ്ട് ക്രിയേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100 എക്സിക്യൂട്ടീവ് റാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 4 മാസം കൊണ്ട് നമ്മളുടെ ടെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അവരുടെ റേഷ്യോ എത്രയായാലും നോർമലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നല്ലൊരു രീതിയിലാണ് നമ്മളുടെ ടെലിനസ് ക്ലബ്ബ് അതിലൂടെ നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് 1 year 1 crore എന്ന രീതിയിൽ മാർച്ച് 31, 2026 ആകുമ്പോഴേക്കും 100 കോടീശ്വരന്മാരെ ഈ സിൻസിനോയിൽ കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ ടീമിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെയിലി ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നാളെ എന്ന് പറയുന്നത് 28-ാം തീയതി മോർണിംഗ് 5:45 16-ാമത്തെ ദിവസമാണ് നമ്മൾ ഡെയിലി സൂം ചെയ്യുന്നത്. ആ സൂമിൽ വ്യാഴാഴ്ച ദിവസം മാത്രം ആരും കയറരുത്. കാരണം വെച്ചാൽ വ്യാഴാഴ്ച ലീഡേഴ്സ് മീറ്റാണ്. അന്നത്തെ ദിവസം സൂം ഉണ്ടായിരിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും സൂമുണ്ട്. ആ സൂമിൽ ഓരോ ദിവസം പല ലീഡേഴ്സ്, കഴിവുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളുടെ പുതിയ ബിസിനസ് പ്ലാനിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കിക്കൊണ്ട്, പ്ലാനിലൊരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ആ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പേ പോയിന്റ് നമ്മൾ പേ പോയിന്റ് ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. ഓരോ സാഹചര്യം അനുസരിച്ച് പേ പോയിന്റിൽ എമൗണ്ട് നമ്മൾ റേഷ്യോ വ്യത്യാസം വരും. അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും. പക്ഷെ പേ പോയിന്റ് നമ്മുടെ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്ലാനിൽ 100, 400, ആദ്യത്തെ സ്റ്റേജിൽ 100, രണ്ടാമത്തെ സ്റ്റേജിൽ 400, മൂന്നാമത്തെ സ്റ്റേജിൽ 1200, 4-ാമത്തെ മാസം എക്സ്ട്രീം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 150. ഇത്രയാണുള്ളത്. പേപ്പറിലൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടില്ല. ആ ബിസിനസ് പ്ലാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുവാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഡയമണ്ട് അച്ചീവറായിട്ടുള്ള 2ാമത്തെ ഡയമണ്ട് അച്ചീവറായിട്ടുള്ള പ്രേംകുമാർ സാർ നാളെ രാവിലെ നമ്മോടൊപ്പം ചേരുകയാണ്. 5:45 സൂമിൽ നമ്മളെല്ലാവരും ജോയിൻ ചെയ്യണം. അത് എല്ലാവരും ഒരു ബുക്ക് എടുത്തുകൊണ്ട് വേണം ഇതിൽ വരാനായിട്ട്. കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. അത് മനസ്സിലാവാണ്ട് ഞാൻ എന്നോട് മുമ്പ് പറഞ്ഞില്ല, ഞാൻ ശരിക്കും പറയണമായിരുന്നു എന്ന രീതിയിലൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യം. കമ്പനിയുടെ പ്ലാനിൽ ഒരു വ്യത്യാസവും ഇല്ല.
ആ പ്ലാന് വർഷങ്ങളായിട്ട് 20 yearsൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലാനാണ്. പേ പോയിന്റിലും മറ്റേ നമ്മളുടെ അതിൻ്റെ എമൗണ്ടിലും അത് ഓരോ സാഹചര്യം ഓരോ സ്ഥലത്തനുസരിച്ച് വേരിയേഷൻ വരും. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ കമ്പനി നമ്മളുടെ ഈ പറഞ്ഞ റേഷ്യോയിൽ വ്യത്യാസം വരാത്തത്തോളം കാലം ഇതേപോലെ റാങ്കിൽ 4500 രൂപ മുതൽ നമുക്ക് 1 കോടി രൂപ വരെ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിലാണ് ടൈറ്റിൽ ബോണസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാങ്ക് പിടിച്ച് വേണം നമുക്ക് ഈ ബിസിനസ്സിൽ പോകാനായിട്ട്. എക്സിക്യൂട്ടീവ് റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് 1.5 ലക്ഷം രൂപ എന്തായാലും ഇൻകം ഉണ്ടാവും. അവർക്ക് അത് ആ 1.5 ലക്ഷം രൂപ അതേപോലെ അതിൻ്റെ മുകളിലുള്ള റാങ്കുകൾ വരുമ്പോൾ അതിനനുസരിച്ച് കൂടുന്നുണ്ടാവും. ഒരു 5-4 ലക്ഷം രൂപ എന്താ നമുക്ക് ഡയമണ്ട് റാങ്കിൽ വരുന്നുണ്ടാവും. ഒരു 8 ലക്ഷം രൂപയോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള അവർക്ക് ഡയറക്ടർ റാങ്കിൽ വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ റാങ്കിലും നമുക്ക് കിട്ടുന്ന ഇൻകം കൂട്ടി കൊണ്ടുപോകാനായിട്ട് ഓരോ മാസം ഓരോ റാങ്ക് പിടിച്ചു പോകണം. നമ്മൾ ജസ്റ്റ് അതല്ലാതെ വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ മാത്രം ടീം കമ്മീഷനാണ് കിട്ടുക. നമുക്ക് ടൈറ്റിൽ ബോണസും നമ്മളുടെ റാങ്കും കൂടി ടൈറ്റിൽ ബോണസിലൂടെ റാങ്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഇൻകങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ എല്ലാവരും സ്റ്റേക്ക് ഓൺ ചെയ്യുക. നാളത്തെ പ്രോഗ്രാം രാംകുമാർ സാറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. അത് മാർക്കറ്റിംഗ് പ്ലാൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റം മാർക്കറ്റിംഗ് പ്ലാനാണ് നാളെ പറയുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. 5:30 അൾട്രാ വെച്ച് കഴിഞ്ഞിട്ട് ഒപ്പമുള്ളവരെ വിളിച്ച് കയറ്റുക. കാരണം അവർ മാർക്കറ്റിംഗ് പ്ലാൻ പഠിച്ചാൽ മാത്രമേ ഇത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുള്ളൂ, നമ്മുടെ ബിസിനസ് കയറുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് എല്ലാവരും സൂം പ്രോഗ്രാമിലുണ്ടാകുക. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. See you at the top.